രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണത്തിനാണ് ചൊവ്വാഴ്ച ജമ്മു കാശ്മീരിലെ പഹൽഗാം സാക്ഷ്യം വഹിച്ചത്. വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചാണ് ഭീകരർ ആക്രമണം നടത്തിയത്. 29 പേരുടെ ജീവനാണ് ആക്രമണത്തിൽ പൊലിഞ്ഞത്. മരിച്ചവരിലേറെയും പുരുഷന്മാരാണെന്നാണ് ലഭിക്കുന്ന വിവരം. കശ്മീർ ജനത സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനിടയിലാണ് വീണ്ടും ഇടുത്തി പോലൊരാഘാതം ഉണ്ടാകുന്നത്. ഭീതിയുടെ നിഴലിൽ കശ്മീർ ജനതയെ നിർത്തുക എന്നതാണ് ഭീകരർ ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ടൂറിസം സജീവമാകുകയും വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുകയും ചെയ്യുന്ന സമയത്താണ് ഇത്തരമൊരു ഞെട്ടിക്കുന്ന ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് വിലപിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യ തിരയുന്ന ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ അനുയായി സെയ്ഫുള്ള കസൂരിയാണ് പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ റിപ്പോർട്ട്. ഇന്ത്യക്കാരെ ശത്രുക്കളായി കാണുന്ന സംഘടനയാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ TRF. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇവർ കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റെടുത്തിരുന്നു. കശ്മീരികളല്ലാത്തവരെ ലക്ഷ്യം വെക്കുന്നതായിട്ടാണ് ഭീകരർ പ്രസ്താവനയിൽ കൂടി വ്യക്തമാക്കുന്നത്. കശ്മീരിൽ 85,000-ലധികം താമസ സ്ഥലങ്ങൾ കശ്മീരികളല്ലാത്തവർക്ക് നൽകിയിട്ടുണ്ട്. ഇത് ഇന്ത്യൻ അധിനിവേശ ജമ്മു കാശ്മീരിൽ ജനസംഖ്യാപരമായ മാറ്റത്തിന് വഴിയൊരുക്കി. തദ്ദേശീയരല്ലാത്തവർ താമസ സ്ഥലം കയ്യേറി ഭൂമിയുടെ ഉടമസ്ഥരാണെന്ന് നടിക്കുന്നു. ഇവർക്കെതിരെ അക്രമം അഴിച്ചുവിടും എന്നാണ് അവരുടെ മുന്നറിയിപ്പ്. ഈ ന്യായീകരണവുമായിട്ടാണ് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പുറത്തിറക്കിയ പ്രസ്താവനയിൽ TRF പറയുന്നത്. ലഷ്കർ ഇ തോയ്ബയുടെ നിഴൽ രൂപമാണ് TRF. 2019 TRF രൂപീകരിക്കുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് പിന്നാലെയാണ് TRF രൂപം കൊള്ളുന്നത്. 2023 കേന്ദ്ര സർക്കാർ TRFനെ നിരോധിക്കുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഓൺലൈൻ വഴി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക, ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റത്തിന് സൗകര്യമൊരുക്കുക, പാകിസ്ഥാനിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്തുന്നതിനെ ഏകോപിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ പേരിലാണ് കേന്ദ്രം സംഘടനയെ നിരോധിച്ചത്. ജമ്മു കാശ്മീരിൽ സാധാരണക്കാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ TRF നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. രാജ്യം ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്തിയ സജാദ് ഗുൽ ആണ് TRF തലവൻ. ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് വേണ്ടി പരിശീലനം നടത്തിയിട്ടുള്ള ആളുകൾ TRFന്റെ ആളുകൾക്കും വേണ്ടി പരിശീലനം നടത്തിയതായിട്ടാണ് വിവരം. ഓൺലൈൻ റിക്രൂട്ട്മെന്റ് രീതിയാണ് TRF സ്വീകരിച്ചിരുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർ സെയ്ഫുള്ള കസൂരി എന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിൽ നിന്നാണ് ആക്രമണം നിയന്ത്രിച്ചതെന്നാണ് വിവരം. സ്ഥലത്ത് നിന്ന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ബൈക്ക് കണ്ടെത്തിയിരുന്നു. ഇത് ഭീകരരെത്തിയ വാഹനമാണെന്നാണ് റിപ്പോർട്ട്. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട്. കശ്മീരിലുള്ള 2 പേർ ഉൾപ്പെടെ 6 ഭീകരരാണ് ആക്രമണം നടത്തിയത്. 2017 പരിശീലനത്തിനായി ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന് വിദേശ ഭീകരരുടെ അവസാന ബാച്ചിനൊപ്പം ചേർന്നുവെന്നാണ് വിലയിരുത്തൽ. NIA സംഘം പഹൽഗാമിലേക്ക് പോയിട്ടുണ്ട്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ 6 തീവ്രവാദികളിൽ 2 പേർ പ്രാദേശിക തീവ്രവാദികളാണ്. ഇവരെ സുരക്ഷാ സേന തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ബീച്ച് ബഹേര സ്വദേശി ആദിൽ തോക്കർ, ത്രാൽ സ്വദേശി ആസിഫ് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. ഇവർ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധം പുലർത്തിയിരുന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട്. ഭീകരരുടെ സംഘത്തിൽ അഫ്ഗാൻ ഭാഷയായ പഷ്തോ സംസാരിക്കുന്നവരും ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. TRF അംഗങ്ങൾ ജമ്മുവിലെ കിഷ്ത്വാറിൽ നിന്ന് കടന്ന് ദക്ഷിണ കശ്മീരിലെ കൊക്കർനാഗ് വഴി ബൈസറനിൽ എത്തിയിരിക്കാനാണ് സാധ്യതയെന്നും ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2023 വിജ്ഞാപനം അനുസരിച്ച് ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, 2019 ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയൽ എന്നീ നടപടികൾക്ക് ശേഷമാണ് ഈ സംഘടന രൂപം കൊണ്ടത്. LET, തെഹ്രീക്ക് മില്ലത്ത് ഇസ്ലാമിയ, ഗസ്നവി ഹിന്ദ് എന്നിവയുൾപ്പെടെ നിരവധി ഭീകര സംഘടനകളുടെ സംയോജനമായ ഇതിന്റെ നേതൃത്വത്തിൽ സാജിദ് ജാഡ്, സജാദ് ഗുൽ, സലീം റഹ്മാനി എന്നിവരാണ് പ്രധാനികൾ. ഇവരെല്ലാം ലഷ്കറുമായി ബന്ധമുള്ളവരാണ്. ജമ്മു കാശ്മീരിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കൽ, നിരോധിത ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നതിനായി ആയുധ വിതരണം, തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുക, തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം, അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ടെലിഗ്രാം, വാട്സാപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക്, ടാം, ചുർപ്പയർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ മേഖലയിൽ റാഡിക്കലൈസേഷനും റിക്രൂട്ട്മെന്റും നടത്തുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന് കീഴിലുള്ള പരിശോധന ഒഴിവാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ച സമയത്താണ് TRFനെ രൂപീകരിച്ചതെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താതെ പറഞ്ഞു. അതുകൊണ്ടാണ് പൊതുവെ പാക് ഭീകര സംഘടനകൾ സ്വീകരിക്കുന്ന പേരിൽ നിന്നും വേറിട്ട പേര് തെരഞ്ഞെടുത്തത്. ലഷ്കറിനും ജെയ്ഷെ മുഹമ്മദിനും മതപരമായ അർത്ഥങ്ങളുണ്ടായിരുന്നു. കശ്മീർ തീവ്രവാദത്തെ തദ്ദേശീയമായി കാണാനാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ആഗോള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പ്രതിരോധം എന്ന പേര് അവർ തിരഞ്ഞെടുത്തുവെന്നും മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2020 ഈ സംഘം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തുടങ്ങി. ഇത് 1967 നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം 2023 ജനുവരിയിൽ ആഭ്യന്തര മന്ത്രാലയം TRFനെയും അതിന്റെ എല്ലാ ഘടകങ്ങളെയും നിരോധിച്ചു.